നമസ്കാരം. ശ്രേഷ്ഠ ജീവിത ദർശനങ്ങളാകുന്ന അമൃതമഴ പെയ്യ്ക്കുന്ന ജ്ഞാനാമൃതധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിപുരാതനമായ യോഗമാണ് രാജയോഗം. എന്നാൽ ഇപ്പോൾ ഇത് അതിനൂതനവുമാണ്. നൂതനമായ കാലഘട്ടത്തിലെ വേഗതയേറിയ ജീവിതത്തിൽ രാജയോഗ ധ്യാനം മൂലമുണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ധ്യാനം അവനവനിലേക്കുള്ള യാത്രയാണ്, അന്തരാത്മാവിലേക്കുള്ള സങ്കല്പയാത്ര. അതുകൊണ്ട് തന്നെ ധ്യാന പരിശീലനത്തിനായി നാം ആദ്യം അറിയേണ്ടത് അവനവന്റെ ആന്തരിക ലോകത്തെയാണ്. അറിവുകൾ ധാരാളം നമുക്ക് ലഭ്യമാണ്. പക്ഷേ അറിവ് ജീവിതമായി മാറുമ്പോൾ മാത്രമാണ് നമ്മൾ വിവേകശാലികളായി മാറുന്നത്. ജ്ഞാനാമൃതധാര എന്ന ഈ പരമ്പരയുടെ ലക്ഷ്യവും അറിവിനെ ജീവജലമാക്കി മാറ്റി വിവേകം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. ഓം ശാന്തി. സാധാരണ മഹാന്മാർ പറയാറുണ്ട്, ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അവരവരെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ മനസ്സിലാക്കാൻ മറ്റൊന്നും ബാക്കിയില്ല പറയും. അതായത് സർവശ്രേഷ്ഠ വിദ്യ ആത്മവിദ്യയാണെന്ന് പറയും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കും റിയലൈസ് ചെയ്യേണ്ട വസ്തുത അത് തന്നെയാണ്. ഞാൻ എത്രത്തോളം എന്നെ മനസ്സിലാക്കുന്നു അത്രത്തോളം മാത്രമേ എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയൂ. ആത്മജ്ഞാനം നമ്മളെ അവിടെയാണ് സഹായിക്കുന്നത്. എത്രത്തോളം ഞാൻ എന്നെ അറിയുന്നു അത്രത്തോളം എനിക്ക് മറ്റുള്ളവരെ യഥാർത്ഥ രൂപത്തിൽ അറിയാൻ കഴിയും. സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചിത്രം ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിത്രം എന്തായിരുന്നു? കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് കണ്ണാടി കാണിച്ചു തരുന്ന ഈ രൂപം, ഈ ശരീരത്തിൻ്റെ പ്രതിബിംബം ഏതെന്നാണോ നമ്മൾ കണ്ണാടിയിൽ കാണുന്നത്, അതാണ് ഞാൻ എന്നതായിരുന്നു നമ്മുടെ ഇത്രയും കാലത്തെ ബോധം അല്ലേ? ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ വരുന്ന പിക്ചർ ഏതാണ്? നമ്മുടെ ഈ ശരീരത്തിൻ്റെ ചിത്രമല്ലേ വന്നിരുന്നത് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് തിരിച്ചറിയേണ്ട വസ്തുത, ഈ കണ്ണാടിയിൽ കാണുന്നത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ, അല്ലെങ്കിൽ ഇതെൻ്റെ വസ്ത്രം മാത്രമാണ്. ഞാനിതല്ല, ഇതെൻ്റെ ഒരു വസ്ത്രം മാത്രമാണ്. ഞാനാരാണ്? ഞാൻ ആത്മാവാണ്. ആത്മാവിൻ്റെ ഒരു വസ്ത്രം മാത്രമാണ് ഈ ശരീരം. ഇത്രയും കാലം നമ്മളെന്താ വിചാരിച്ചിരുന്നേ? എനിക്ക് അല്ല, എൻ്റെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാവരും പറയില്ലേ, ഇന്നടത്ത് ഇന്നാൾ മരിച്ചു, ആത്മാവ് പോയി എന്ന് നമ്മൾ ആ സമയത്ത് പറയാറുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ട് ചിലപ്പോഴൊക്കെ ഒരു സ്മൃതി ഉണരും, ഇതുപോലെ നമുക്ക് ഒരിക്കലും മരണം ഉണ്ടാവും, അല്ലെ ആത്മാവ് പോവും, ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവും. ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവും, ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. മറിച്ച് ഞാൻ ആത്മാവാണ്, ഞാനാണ് പോണത്, ഈ അവബോധം നമുക്കില്ല. നമ്മുടെ എല്ലാവരുടെയും ബോധതലത്തിൽ നിലനിൽക്കുന്ന വസ്തുത എന്താണ്? ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ആത്മാവുണ്ട്, ഇത് മാത്രമേ നമുക്കറിയുമായിരുന്നുള്ളൂ. പക്ഷേ യഥാർത്ഥ വിവേകം നമുക്ക് ഉണരേണ്ടത് എന്താണ്? എൻ്റെ ശരീരത്തിലൊരു ആത്മാവുണ്ട് എന്നുള്ളതല്ല, മറിച്ച് എനിക്കൊരു ശരീരമുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വ്യത്യാസം, രാത്രിയും പകലും പോലുള്ള അന്തരമാണിത്. ആ വിവേകമാണ് നമ്മുടെ പ്രവർത്തിക്കേണ്ടത്. രാത്രിയും പകലും പോലെ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ശരീരമാണ്, ഈ ഇരുട്ടിലാണ് നമ്മളിരുന്നത്. പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് എൻ്റെ ഒരു വസ്ത്രം മാത്രമാണ് ഈ ശരീരം. അതായത് ഇരുട്ടിൽ നമുക്ക് വെളിച്ചത്തിലേക്ക് വരണം. ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉള്ളിലേക്ക് പോകുമ്പോൾ ആണ് നമുക്ക് ഈ തിരിച്ചറിവുണ്ടാകണേ. ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. അഥവാ എനിക്കൊരു ശരീരമുണ്ട്. ഈ വിവേകം നമ്മുടെ പ്രവർത്തിക്കാൻ എപ്പോൾ തുടങ്ങുന്നോ അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെ പ്രതിയുള്ള നമ്മുടെ യഥാർത്ഥ കാഴ്ചപ്പാട്, യഥാർത്ഥ കണ്ണിൽ നമ്മൾ മറ്റുള്ളവരെ കാണാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണ്. നമ്മൾ നമ്മളെ അറിയണം, മറ്റുള്ളവരെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയണം. ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ഈ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ പ്രതിയുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഓരോരുത്തരും, നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നവർ ഓരോരുത്തരും
അത് നമ്മുടെ അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ബന്ധുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, ശത്രുവാകട്ടെ, കറുത്തവരാകട്ടെ, വെളുത്തവരാകട്ടെ, പ്രായം കുറഞ്ഞവരാകട്ടെ, കൂടിയവരാകട്ടെ, ശാരീരികമായ ഭിന്നതകൾ എന്തെല്ലാം നമുക്ക് തമ്മിലുണ്ടെങ്കിലും നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകേണ്ട അവബോധം എന്താണ്? ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. അതേപോലെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നവർ ഓരോരുത്തരും ആര് തന്നെയാണ്? യഥാർത്ഥത്തിൽ ഓരോരുത്തരും ആത്മാക്കളാണ്. ഓരോ ആത്മാവും ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലിരുന്ന് ഒരാൾ സ്ത്രീയുടെ പാർട്ട്, ഒരാൾ പുരുഷന്റെ പാർട്ട്, ഒരാൾ അച്ഛനായിട്ട്, ഒരാൾ അമ്മയായിട്ട്, ഒരാൾ ഹിന്ദുവായിട്ട്, ഒരാൾ മുസൽമാനായിട്ട്, അല്ലേ? ഈ റോളുകൾ നമ്മൾ അഭിനയിക്കുകയാണ്. പക്ഷെ ഈ റോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആത്മാവാണ്. എന്നോടൊപ്പം നാടകത്തിൽ അഭിനയിക്കുന്നവർ ഓരോരുത്തരും ആത്മാക്കളാണ്. ഈ ആത്മീയ അവബോധം നമുക്ക് വരുമ്പോൾ, ആത്മീയമായ കാഴ്ചപ്പാട് വരുമ്പോൾ, നമുക്ക് യഥാർത്ഥ ആത്മീയ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇപ്പം നമ്മുടേത് ശരീരത്തിൻ്റെ ആധാരത്തിലുള്ള സ്നേഹമാണ്, കൊടുക്കൽ വാങ്ങലിൻ്റെ ആധാരത്തിലുള്ള സ്വാർത്ഥ സ്നേഹമാണ്. സത്യമായ സ്നേഹം ഉണ്ടാകണമെങ്കിൽ, ഇന്നെല്ലാവരും പരാതി പറയില്ലേ, എല്ലാവരും കൃത്രിമത്വമാണ്, എല്ലാം ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. യഥാർത്ഥ സ്നേഹം ആരുടെയും പക്കലില്ല. ബന്ധങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യം, സത്യമായ സ്നേഹത്തിൻ്റെ അഭാവമാണ് എല്ലാവരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കണോ? എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ചില സ്വാർത്ഥതയുടെ ആധാരത്തിലാണ് നമ്മൾ ഈ കൊടുക്കൽ വാങ്ങൽ സ്നേഹത്തിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ദേഹബോധത്തിലിരിക്കുന്നത് കൊണ്ട്, ശരീരമാണ് ഞാൻ, ഈ അവബോധത്താൽ ശരീരമാണെന്ന ബോധത്തിൽ മറ്റുള്ളവരോടൊപ്പമുള്ള നമ്മുടെ കൊടുക്കൽ വാങ്ങൽ റിലേഷൻഷിപ്പ് നിലനിന്ന് പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ ഉണ്ടാകേണ്ട അവയർനെസ്, ഞാൻ ആത്മാവാണ്, എന്നോടൊപ്പം നാടകത്തിൽ അഭിനയിക്കുന്നവർ ഓരോരുത്തരും ആത്മാക്കളാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വരുമ്പോൾ നമ്മുടെ മൂന്നാം കണ്ണ് തുറന്നു കിട്ടുക. അറിവിൻ്റെ നേത്രം, ജ്ഞാനക്കണ്ണ് എന്ന് പറയാറില്ലേ, തേർഡ് ഐ. അറിവ് നേത്രം പോലെയാണ്. ഏതറിവ്? ഞാൻ ആരാണെന്ന അറിവ്. ആ അറിവ് നമുക്ക് പുതിയൊരു കണ്ണ് തുറന്നു തരിക. ഈ രണ്ട് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തു തരുന്ന കണ്ണാണ് മൂന്നാം കണ്ണ്. ഞാൻ ആത്മാവാണെന്നുള്ള അറിവ്, ആത്മവിദ്യ, ആത്മജ്ഞാനം നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന വാതിൽ, നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന യാഥാർത്ഥ്യം, അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴാണ് നമ്മൾ നമ്മളെ അറിയണേ, മറ്റുള്ളവരെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിയണേ. ഈ തിരിച്ചറിവാണിപ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ അറിവിൻ്റെ നേത്രം, ആത്മജ്ഞാനം, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണെന്നുള്ള അറിവ് കിട്ടിക്കഴിയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ രൂപം നമുക്ക് കാണാം. ഈ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ രൂപം, അല്ലെങ്കിൽ ആത്മാവ് എന്ത് സാധനമാണ്, അത് നമുക്ക് തിരിച്ചറിയണം. ആത്മാവിൻ്റെ രൂപം, ആത്മാവിനെക്കുറിച്ച് പറയുന്നത് അതിസൂക്ഷ്മമായ ജ്യോതി സ്വരൂപം. സൂക്ഷ്മാതിസൂക്ഷ്മം എന്നാണ് പറയുന്നത്. ഡിവൈൻ ലൈറ്റ് എന്നാണ് പറയുന്നത്. അഭൗതികമായ ദിവ്യമായ ഊർജമാണ്. ആ ദിവ്യമായ ഊർജം, ഡിവൈൻ ലൈറ്റ്, ആത്മീയ പ്രകാശം, ആത്മാവാകുന്ന ദീപം, അതാണ് ആത്മാവിൻ്റെ രൂപത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. ആത്മദീപം. സോൾ ഈസ് എ പോയിന്റ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. പോയിന്റ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ആത്മാവ് ജ്യോതിയാണ്, ആത്മാവ് ഊർജം പോലെയാണ്, അത് പ്രകാശ കണമാണ് എന്നെല്ലാം പറയാറുണ്ട്. ഈ അതിസൂക്ഷ്മ പ്രകാശകണം, ആത്മാവാകുന്ന ലൈറ്റ്, ഡിവൈൻ ലൈറ്റ്, നമ്മുടെ ഈ ശരീരത്തിൽ, ബോഡിയിൽ ആത്മാവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും പറയുന്നത്, ആത്മാവ് സർവശക്തിവാനായ പരമാത്മാ നമുക്ക് നൽകുന്ന തിരിച്ചറിവ്, ആത്മാവിൻ്റെ സ്ഥാനം ഈ ബോഡിയിൽ. കാരണം ആത്മാവ് ഡ്രൈവറാണല്ലോ. ഡ്രൈവർ ഇരിക്കുന്നത് എവിടെയിരിക്കും? നമുക്കെല്ലാവർക്കും അറിയാം, ഡ്രൈവിംഗ് സീറ്റിലാണ് ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് സിസ്റ്റം എവിടെയാണോ മാനേജ് ചെയ്യേണ്ടത് അവിടെ തന്നെയാണ് ഡ്രൈവർക്ക് ഇരിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ബോഡിയിലെ മെയിൻ പാർട്സ് എല്ലാം എവിടെയാണ്? നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനാണ് ഈ കംപ്ലീറ്റ് ബോഡിയുടെ കൺട്രോൾ റൂം. അപ്പോൾ തലച്ചോറ് ആകുന്ന കൺട്രോൾ റൂമിലാണ് ആത്മാവാകുന്ന ഡ്രൈവർ ഇരുന്നുകൊണ്ട് ഈ ശരീരമാകുന്ന വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോള് ആത്മാവാകുന്ന ഈ ദിവ്യമായ ഊർജമാണ് ത്രൂ ബ്രെയിൻ കംപ്ലീറ്റ് ബോഡി സിസ്റ്റത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ബോഡിയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ ഇത് ഈശ്വരൻ്റെ, ശരിക്കും സാക്ഷാത് ഭഗവാന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള അദൃശ്യനായ ഒരു ശക്തിയുടെ അത്ഭുതകരമായ ഒരു വയറിംഗ് സിസ്റ്റം നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും. ആ അദൃശ്യനായിട്ടുള്ള ഇലക്ട്രീഷ്യൻ എങ്ങനെയാണ് ഈ വയറിംഗ് സിസ്റ്റം നടത്തി വെച്ചിരിക്കണേ, എങ്ങനെയാണ് നമ്മുടെ ഈ ബോഡിയിൽ ഈ കംപ്ലീറ്റ് സിസ്റ്റം ഓർഗനൈസ്ഡ് ആയിരിക്കണേ. കാരണം ആത്മാവാകുന്ന ഊർജം നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസിനടുത്ത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനടുത്ത് ആത്മീയ ഊർജം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ആത്മീയ ഊർജത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ 3 ഡയമെൻഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇരുപുരികങ്ങൾക്ക് മധ്യത്തിൽ ഇവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അതേപോലെ ഇവിടെ മിഡിൽ ഭാഗത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. തലയുടെ മുകൾ ഭാഗം നടുക്കുന്നു ഉള്ളിലേക്കൊരു ലൈൻ നമ്മൾ വരച്ചാൽ ഈ 2 ലൈനും കൂടി എവിടെ പോയി കോയിൻസൈഡ് ചെയ്യും. ആ കോയിൻസിഡൻസ് എവിടെയാണോ ഉണ്ടാകുന്നത്, ആ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ആത്മാവിൻ്റെ സ്ഥാനം, ഹൈപ്പോതലാമസിനടുത്ത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം. അതുകൊണ്ടാണ് ആത്മാവാകുന്ന ഊർജത്തിൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ തിലകവും ചന്ദനവും എല്ലാം ഇവിടെ തൊടുന്നത്. ഇതാണല്ലോ ചന്ദനം വയ്ക്കാൻ, തിലകം വയ്ക്കാനുള്ള പ്രത്യേക സ്ഥാനം. ഇതിനെ സാധാരണ പറയുന്നത് പവിത്ര സ്ഥാനം എന്നാണ്. ഭ്രൂമധ്യത്തെ ഭൃഗുടി എന്ന് പറയും. ഭൃഗുടി സിംഹാസനം എന്നാണ് പറയണത്. ആത്മാവാകുന്ന രാജാവ് ഈ ഭ്രൂമധ്യമാകുന്ന സിംഹാസനത്തിൽ ഇതിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത്. ആത്മാവാകുന്ന ഡ്രൈവർ ത്രൂ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് മുഖാന്തരമാണ് ഈ ശരീരവുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത്. കാരണം ഡ്രൈവറാണല്ലോ വണ്ടിയെ നിയന്ത്രിക്കേണ്ടേ. അപ്പം ആത്മാവാകുന്ന ഡ്രൈവർ ഈ ഊർജം, ഈ ബോഡിക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് ഊർജത്തിൻ്റെ സപ്ലൈ ശരിക്കും ആത്മാവിൽ നിന്നാണ് നടക്കുന്നത്. ആത്മാവാണ് ആത്മീയ ഊർജത്തിൻ്റെ സ്രോതസ്. അപ്പം ഈ ആത്മീയ ഊർജം നമ്മുടെ ശരീരത്തിലെ സിസ്റ്റംസ്, നമുക്ക് പറയില്ലേ, ഇത്രയും നാഡി ഞരമ്പുകളാൽ ഈ കംപ്ലീറ്റ് ബോഡി സിസ്റ്റം കണക്റ്റഡ് ആണ്. നമ്മുടെ ആ നാഡികളിലൂടെ ആത്മാവ് കൺട്രോൾ റൂമിലിരുന്ന് ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഊർജം നമ്മുടെ നാഡീവ്യൂഹം വഴി നമ്മൾ ആത്മാവിലുണ്ടാകുന്ന പ്രേരണകളെ, ഇമ്പൾസിനെ, ആത്മാവിലുണ്ടാകുന്ന സങ്കല്പശക്തിയെ തരംഗങ്ങളുടെ രൂപത്തിൽ ഈ നാഡീവ്യൂഹം നമ്മുടെ തലച്ചോറ് വഴി ഈ ശരീരത്തിലെ ഓരോ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിക്കുകയാണ്. അതേപോലെ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന സംവേദനങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന സംവേദനങ്ങൾ നമ്മുടെ ഈ നാഡീവ്യൂഹമാണ് നമ്മുടെ തലച്ചോറിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. തലച്ചോറിലെത്തിക്കുന്ന വിവരങ്ങളുടെ ഫീലിങ്സ് അത് കൺട്രോൾ റൂമിലിരിക്കുന്ന ആത്മാവാകുന്ന ചൈതന്യത്തിനാണ് ഉണ്ടാകുന്നത്. കാരണം ബാക്കി ബോഡി മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജഡവസ്തുവാണ്, ഇത് മാറ്ററാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ദ്രവ്യമാണ്, 5 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ 5 തത്വങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ബോഡിക്ക് ഫീലിങ്സ് ഉണ്ടാകണമെങ്കിൽ ആത്മാവുണ്ടാകണം. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സിസ്റ്റം കട്ട് ഓഫ് ആകുകയാണ്. ഒരു അവയവം പോലും പ്രവർത്തിക്കുന്നില്ല. നമുക്കറിയാം, ഫീലിങ്സ് ഇല്ല. അതുകൊണ്ടാണ് ഡെഡ് ബോഡി എന്ത് ചെയ്താലും അത് ഫീൽ ചെയ്യില്ല. നമ്മളെല്ലാവരും ഇരുന്ന് കരയും, ഡെഡ് ബോഡി നമ്മുടെ കൂടെ കരയില്ല. കാരണം ഫീലിങ്സ് ഉണ്ടാകുന്നത് ആത്മാവിലാണ്. ഫീലിങ്സ് ആത്മാവിനാണ് ഉണ്ടാകുന്നത്. കാരണം അതാണ് ഊർജം, ആത്മീയ ഊർജമാണ്. അപ്പം ആ ചേതനയാണ്. അപ്പം ആത്മാവാകുന്ന ചൈതന്യത്തിനാണ് ഫീലിങ്സ് ഉണ്ടാകുന്നത്. ആ ചൈതന്യ ശക്തി ആണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമാണ് നമ്മുടെ ബോഡി, സോൾ ബോഡി കണക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ബ്രെയിനാണ്. ഈ ഒരു അവയർനെസ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകണേ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ചൈതന്യ ശക്തിയാണ് ഈ കംപ്ലീറ്റ് സിസ്റ്റത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുന്നുണ്ട്. ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള ആത്മീയ ഉപായം തുറക്കപ്പെടുകയാണ് ഇന്നത്തെ പ്രയോഗശാലയിൽ. ഇന്ന് നമുക്ക് ചെയ്യേണ്ട വിശേഷ പ്രാക്ടീസ് ഒന്ന്, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ അവബോധം ഓരോ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, ആരോട് സംസാരിക്കുമ്പോഴും, ആരെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഒന്ന്, ഞാൻ ശുദ്ധമായ ചൈതന്യമായ ആത്മാവാണ്. ആരെ കാണുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരുടെയും ഭ്രൂമധ്യത്തിൽ ഇരുപുരികങ്ങൾക്ക് മധ്യേ
ഇവരൊരാത്മാവാണ്, ചൈതന്യശക്തിയാണ്, എൻ്റെ തന്നെ സഹോദരാത്മാവാണ്. ആ ഒരു ദൃഷ്ടികോൺ ഇന്ന് വിശേഷിച്ച് ഈ ഒരു അഭ്യാസം നമുക്ക് വേണം. ഈവൻ നമുക്ക് ആരോട് പിണക്കുണ്ടായിരുന്നോ, ശത്രുത ഉണ്ടായിരുന്നോ, ദേഷ്യം ഉണ്ടായിരുന്നോ, ആരാണോ നമ്മൾ ഉപദ്രവിച്ച് അവർ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിലും ഇതേ അഭ്യാസം നമ്മൾ ചെയ്തു നോക്കണം. ഞാനും ശുദ്ധമായ ഒരാത്മാവാണ്. അതേപോലെ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ ഓരോ വ്യക്തികളും ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മാവാണ്. ഈ ശരീരം ഒരു വസ്ത്രം മാത്രമാണ്. ഓരോരുത്തരും അവരവരുടെ വസ്ത്രം ഇട്ട് അഭിനയിക്കുക. പക്ഷേ ഈ കാണുന്നതും ഒരാത്മാവാണ്, എൻ്റെ സഹോദരാത്മാവാണ്. ഈ ഒരു ദൃഷ്ടികോണിൻ്റെ അഭ്യാസം ഇന്നത്തെ ദിവസം ചെയ്യണം. ഈവൻ നമ്മുടെ വീട്ടിലുള്ള ആരൊക്കെ ഉണ്ട്, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, നമ്മൾ പരസ്പരം കാണുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ അവബോധം ഉണ്ടാകണം. അതേപോലെ നമ്മൾ സ്വയം ഏത് ജോലി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഈ അഭ്യാസം ഉണ്ടാകണം ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടപെടലുകൾക്കൊപ്പം, കാരണം ഉള്ളിൽ ചെയ്യാവുന്നതാണ്, ഗുപ്തമായ പ്രാക്ടീസാണ്, മനസ്സിൻ്റെ അഭ്യാസമാണ്. ഇതിന് പ്രത്യേകിച്ച് സമയം വേണമെന്നില്ല, പ്രത്യേകിച്ച് സൗകര്യം വേണമെന്നില്ല. നമ്മുടെ സാധാരണ പെരുമാറ്റത്തിനോടൊപ്പം നമുക്ക് നമ്മുടെ ബോധതലത്തിൽ ഈ ഒരു പരിവർത്തനം കൊണ്ടുവരാം. ജ്ഞാനം കർമ്മത്തിലൂടെ പ്രതിഫലിക്കുന്നതിനാണ് ധ്യാനം അഭ്യസിക്കുന്നത്. ആത്മീയ പുരോഗമനത്തിനു വേണ്ടി ജ്ഞാന സമ്പാദനത്തിനൊപ്പം തന്നെ ധ്യാനത്തിലൂടെ നേടിയെടുത്ത അനുഭവ സമ്പത്തും ആവശ്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ധ്യാനാനുഭൂതിയിലേക്ക് പ്രവേശിക്കാം. ധ്യാനം അഭ്യസിക്കുന്നതിനായി സ്വസ്ഥമായി ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർന്നിരിക്കുക. ചിന്തകളെ സഞ്ചരിക്കാൻ വിടാതെ തന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി കേൾക്കുന്ന കാര്യങ്ങൾ ധ്യാന നിർദ്ദേശങ്ങളായി സ്വീകരിച്ച് ആ ശബ്ദങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ട് സഞ്ചരിക്കുക. അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. എൻ്റെ ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങൾ, ദൃശ്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം വേറിട്ട് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ചിന്തകളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. എൻ്റെ ശ്രദ്ധ ശാരീരിക അവയവങ്ങളിൽ നിന്ന് കാലുകൾ, കൈകൾ, ഉദരഭാഗം, കഴുത്തിന് താഴെയുള്ള എല്ലാ അവയവങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ശ്രദ്ധ എന്നിലേക്ക് ഏകാഗ്രമാക്കി ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ ഞാൻ എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. ഞാൻ ആരാണ്? അതിസൂക്ഷ്മമായ ആത്മീയ ഊർജമാണ് ഞാൻ. ഇരുപുരികങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മീയ ചേതനയാണ് ഞാൻ. ഞാൻ ആത്മീയ ഊർജം ഡ്രൈവറെ പോലെ ഈ ദേഹമാകുന്ന കാറിനെ
നിയന്ത്രിക്കുന്നു. ഞാൻ അനശ്വരനായ, അവിനാശിയായ, അമരനായ ചൈതന്യ ശക്തിയാണ്. ദിവ്യമായ പ്രകാശമാണ്. ഞാൻ വേറെ, എൻ്റെ ദേഹം വേറെ. ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ കണ്ണുകളിലൂടെ കാണുന്നു, കാതുകളിലൂടെ കേൾക്കുന്നു, വായിൽ കൂടി സംസാരിക്കുന്നു. ഞാൻ ഊർജമാണ്, ആത്മീയ ഊർജം. ഭാരരഹിതമായ പ്രകാശകണമാണ് ഞാൻ. ഓം ശാന്തി, ശാന്തി, ശാന്തി. ഭഗവാൻ നൽകുന്ന മതമാണ് ശ്രീമതം. ശ്രീമതത്തിന് മതങ്ങളില്ല. അത് പരമമായ നമ്മുടെ പിതാവ് മക്കളായ നമുക്ക് നൽകുന്ന മാർഗദർശനങ്ങളാണ്. അതുകൊണ്ടുതന്നെ ശ്രീമതം ഏതു മനുഷ്യനെയും ശ്രേഷ്ഠമാക്കുന്ന മതമാണ്. അന്തരാത്മാവിനെ ജ്വലിപ്പിക്കുന്ന ജ്ഞാനദീപം വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. അതിനിഗൂഢമായ ആത്മീയ സത്യങ്ങൾ തുറക്കപ്പെടുന്ന വരും ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. നിങ്ങളുടെ വിചാരധാരകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ 9446820448 എന്ന നമ്പറിലോ shivajyotimedia@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലോ ബന്ധപ്പെടുക. ഇന്ന് മനുഷ്യൻ അസാധ്യമായ ഒന്നുമല്ലെന്ന് തോന്നുന്ന അത്രയും പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. കാലാനുസരണം അപൂർവ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് തിളക്കമാർന്നൊരു സംസ്കാരം നാം കെട്ടിപ്പടുത്തു. ആഗോള വാർത്താവിതരണ ശൃംഖലയും സാങ്കേതിക വിദ്യകളും ഒരിക്കൽ നമ്മുടെ സങ്കല്പത്തിൽ മാത്രമുണ്ടായിരുന്നൊരു ലോകം പണിതുയർത്തിയിരിക്കുന്നു. ഇന്ന് ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്നു. അപരിമിതമായ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഓരോ ദിവസവും അസാധ്യമായതിനെ സാധ്യമാക്കി പരിധിയില്ലാത്തൊരു ലോകം നാം സൃഷ്ടിക്കുന്നു. ഇത്രയുമായിട്ടും നമ്മുടെ വികസനത്തിന്റെ യാത്ര അവസാനിച്ചിട്ടില്ല. വാസ്തവത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? വികസനത്തിന്റെ ഓട്ടപ്പന്തയത്തിനിടയിൽ നാം സ്വയത്തെ മറന്നിട്ടില്ലല്ലോ. കാലാകാലമായി മനുഷ്യൻ ഒരു സരളമായ സത്യത്തിന്റെ അന്വേഷണത്തിൽ മുഴുകിയിരിക്കുകയാണ്. സ്വയത്തെ തിരിച്ചറിയുവാൻ മനുഷ്യന് അനേക കാര്യങ്ങൾ അറിയാം, എന്നാൽ സ്വയത്തെ അറിയുന്നില്ല. ചിലർ സ്വയത്തെ ശരീരമെന്ന് ധരിക്കുന്നു, ചിലർ സ്വയം മനസ്സാണെന്നും മറ്റു ചിലർ മസ്തിഷ്കമാണെന്നും ധരിക്കുന്നു. ഇതെല്ലാം നമ്മെ തിരിച്ചറിയുന്നതിനായി പറയുന്നതാണെങ്കിലും ഈ ചോദ്യം വീണ്ടും ഉദിക്കുന്നു: ഞാൻ ആത്യന്തികമായി ആരാകുന്നു? ഇതിന്റെ ഉത്തരം വളരെ സങ്കീർണമാണെന്ന് തോന്നുന്നു. എന്നാൽ
എന്റെ കാൽ, എന്റെ കയ്യ്, എന്റെ ശരീരം എന്നു ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണ്? ഇതിന്റെ സരളമായ അർത്ഥം ഇതല്ലേ: ഞാൻ ഈ കയ്യോ കാലോ ശരീരമോ അല്ല. അപ്പോൾ എന്റെ ശരീരമെന്ന് പറയുന്നത് ആരാണ്? ആ ഞാൻ ആരാകുന്നു? ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും മനസ്സ്, ബുദ്ധി, മസ്തിഷ്കം മുതലായവ ഇന്നും സങ്കീർണമായ വിഷയങ്ങളാണ്. ഇപ്പോൾ ചോദ്യം ഇതാണ്: ശരീരം മസ്തിഷ്ക സഹിതം സ്വയം സമ്പൂർണമാണോ? ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത്? മസ്തിഷ്കത്തിന് സമയാനുസരണം ശരിയായ മുന്നറിയിപ്പുകൾ നൽകുന്നത് ആരാണ്? ജീവസന്ധാരണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന അനേക കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണോ നമ്മുടെ ശരീരം? നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം, ഹോർമോണുകളുടെയും ദഹനരസങ്ങളുടെയും നിർമ്മാണം, രക്തചംക്രമണം, ശ്വസനദഹന പ്രവർത്തനങ്ങൾ, ഇവയ്ക്കുള്ള സന്ദേശങ്ങൾ ആരാണ് അയക്കുന്നത്? മരണം വരെ ശരിയായ വിധത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആരാണ് നൽകുന്നത്? ഒന്ന് ചിന്തിക്കൂ. സങ്കല്പങ്ങൾ എവിടെ നിന്നാണ് ഉൽപ്പന്നമാകുന്നത്? ശരീരവുമായി അവയുടെ വ്യവഹാരം എങ്ങനെയാണ്? സങ്കല്പങ്ങളുടെ മൂല്യസ്രോതസ് മസ്തിഷ്കമാണോ, അതോ മസ്തിഷ്കത്തെയും നിയന്ത്രിക്കുന്ന മറ്റെന്തെങ്കിലുമുണ്ടോ? സങ്കല്പങ്ങൾ ഭൗതികമാണോ, അതോ അതിനും ഉപരിയാണോ? പരമാണുവും തന്മാത്രകളും കൊണ്ട് പരിവർത്തന വിധേയമായി ഈ ലോകത്ത് ഭൗതികമല്ലാത്ത ചില വസ്തുക്കളുമുണ്ട്. അവയെ സൂക്ഷ്മദർശിനിയിലൂടെ കാണാനോ ഉപകരണങ്ങളാൽ അളക്കുവാനോ സാധിക്കുകയില്ല. വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു ഉപകരണവും ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല, നിർമ്മിക്കുവാനും സാധ്യമല്ല. ഇത് ഞാനല്ല, ഇതാണ് ഞാൻ. ഞാൻ ഒരാത്മാവാകുന്നു. ഒരു അതിസൂക്ഷ്മവും അവിഭാജ്യവും അവിനാശിയുമായ ചൈതന്യ ദിവ്യപ്രകാശ ബിന്ദുരൂപമാണ്. ഒരു ആധ്യാത്മിക ശക്തിയാണ്. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ദേഹത്തെ ജീവനുള്ളതെന്ന് പറയുന്നു. ഞാൻ ആത്മാവ് ദേഹത്തിൽ നിന്നും വേറിടുമ്പോൾ ശരീരം ശവമായി മാറുന്നു. അതിനെയാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ ആത്മാവ് അചലവും അമരവും അവിനാശിയുമാണ്. ആത്മാവ് ആകാരത്തിൽ അതിസൂക്ഷ്മമാണ്. ഞാൻ അവിഭാജ്യനാണ്. ഒരു ആയുധത്തിനും എന്നെ വിഭജിക്കുവാനാവില്ല. അഗ്നിക്ക് എന്നെ ചാമ്പലാക്കുവാൻ സാധിക്കില്ല. വായുവിന് എന്നെ പറപ്പിച്ചു കളയുവാനും സാധിക്കില്ല. ജലത്തിന് എന്നെ ഈറനാക്കുവാനും സാധിക്കില്ല. ഒരു ഭൗതിക പദാർത്ഥത്തിനും ഞാൻ ആത്മാവിന്റെ വഴിയെ തടയുവാൻ സാധിക്കില്ല. ഞാൻ ആത്മാവ് അവിനാശിയാണ്. എന്റെ അസ്തിത്വം അനശ്വരമാണ്. ഞാൻ മസ്തിഷ്കത്തിനുള്ളിൽ ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ഞാൻ വസിക്കുന്നത്. ഞാൻ ആത്മാവ് മസ്തിഷ്കത്തിലൂടെ ശരീരത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു.